സർ, യഥാർത്ഥത്തിൽ ആരായിരിക്കും കേരള മുഖ്യമന്ത്രി? എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ആ ഒരു സസ്പെൻസിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മീറ്റിംഗിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് ഒരു പുഞ്ചിരി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ കെ.സി. വേണുഗോപാലിന്റെ മുഖത്തോ അതോടൊപ്പം തന്നെ വി.ഡി. സതീശന്റെ മുഖത്തോ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അപ്പോൾ യഥാർത്ഥ സൂചന നൽകുന്നത് രമേശ് ചെന്നിത്തല ആകുമെന്നാണോ? അങ്ങനെ ഞങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അത് തെറ്റായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അവിടെ ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം നിരാശനും അതുപോലെ ദേഷ്യത്തിലുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഇനി കോൺഗ്രസ് വല്ല പിണറായിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുമോ, പിണറായി തുടരട്ടെ എന്ന് തീരുമാനിക്കുമോ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം സമാധാനം ഹൈക്കമാൻഡ് ഉണ്ടാവും. അതായത് പിണറായി തുടർന്നാലും കുഴപ്പമില്ലെന്ന് അവർ വിചാരിക്കും. ആ ലെവലിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത്, ഇന്നലെ സംഭവിച്ച ഏതാണ്ട് 3 മണിക്കൂറിലധികം യോഗമുണ്ടായി. 7 മണി വരെ, 4 മണി മുതൽ. ആ 3 മണിക്കൂർ യോഗത്തിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി അങ്ങേയറ്റം പ്രകോപിതരായിരുന്നു. അതിൻ്റെ കാരണം ഈ രമേശ് ചെന്നിത്തല ചിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലക്കാണ് കുറച്ച് ചീത്ത കേട്ടതെന്നുള്ളതുകൊണ്ട്. അതാണ് ഈ പ്രശ്നം. കാരണം ബാക്കിയുള്ള എല്ലാവരോടും അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്ത് തോന്നിയതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിൽ എന്താണ് നടക്കുന്നത്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സ് വെക്കുന്നു. ആ ഫ്ലെക്സ് വെച്ചതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സതീശനാണ് ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെച്ചേക്കുന്നത്. രണ്ടാമത് കെ.സി. വേണുഗോപാലിന്റെ ആളുകളുണ്ട്. അപ്പൊ കെ.സിക്കും അതുപോലെ തന്നെ സതീശനുമാണ് കൂടുതൽ ചീത്ത കിട്ടിയത്. ചീത്ത കേട്ടതിന്റെ നിങ്ങൾ അറിയേണ്ടത്, അതിന്റെ വിമിഷ്ടം മുഴുവൻ അവരുടെ മുഖത്ത് കൃത്യമായിട്ട് കാണാം. ഇപ്പൊ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് കേട്ടാൽ കുറച്ചുകൂടി മൈൽഡായിട്ട് എടുക്കും. പക്ഷെ വി.ഡി. സതീശനെ സംബന്ധിച്ചാണ് കൂടുതൽ തീവ്രമായിട്ട് കേട്ടത്. കാരണം സതീശന് വേണ്ടി അതിന്റെ വലിയ ജനവികാരം കൂടെ വഴിഞ്ഞൊഴുകുന്നു. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ചെയ്തെന്ന് കേട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തോന്നലാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടാണ്. നമ്മള് ഗുണ്ടകളെയൊക്കെ കാണുന്ന പോലെയാണ്. അവര് പുറത്ത് കാണുമ്പോൾ നമുക്ക് വലിയ ധൈര്യമുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അവരെക്കാൾ വലിയ ഗുണ്ടയെ കാണുമ്പോൾ അവര് മറ്റേ മടക്കി കുത്ത കഴിച്ചിട്ട് തലയിലുള്ള കെട്ടൊക്കെ കെട്ടിയിട്ട് നിൽക്കും. വളരെ വിനീത വിധേയരായിട്ടാണ് അവർ നിൽക്കുക. അപ്പൊ അത്തരത്തിൽ രാഹുൽ, നമ്മളുടെയൊക്കെ തോന്നലാണ് ഇവര് ഭയങ്കര ആദർശധീരരും മറ്റേ വലിയ വർത്താനം പറയുന്ന ആളുകളാണെന്ന്. അങ്ങനെയൊന്നുമില്ല. കാരണം ഇവരൊക്കെ കരിയർ വളരെ, സിനിമയിലും ഈ രാഷ്ട്രീയത്തിലുള്ള കരിയർ വളരെ ഒരു മൈൽഡായിട്ടുള്ള ഒരു ചരടിക്കൂടി നടന്നു പോകുന്ന പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തെന്നിപ്പോയാൽ പിന്നെ പണി തീർന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇഷ്ടം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റി ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അവർ നോക്കണം. കാരണം അതില്ലെന്ന് പറഞ്ഞാൽ പണി തീർന്നു. സിനിമയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അയാളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചിരി ഇരിച്ചാൽ പോലും അയാൾക്കുള്ള റോള് കട്ടായി പോകും. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് എനിക്ക് വിശ്വാസമുള്ള സോഴ്സുകളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ പിന്നെ തീരുമാനിക്കാം, ആദ്യമേ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ഈ പരിപാടി നിർത്തൂ എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള പോരാട്ടം നിർത്തൂ എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം കണ്ടിട്ടുള്ള ചില സീനുകൾ എന്ന് പറഞ്ഞാൽ, എ.കെ. ആന്റണിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, സതീശന്റെ ഫ്ലെക്സിന്റെ പുറത്ത് തുപ്പുന്നു, എന്നിട്ട് അത് വലിച്ചു കീറുന്നു. അതുപോലെ കോട്ടയത്ത് വെച്ചേക്കുന്ന ഫ്ലെക്സിൽ നിന്ന് കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ മാത്രം വെട്ടിമാറ്റുന്നു എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വരെ ഉമ്മൻചാണ്ടിയുടെ അതെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സിന്റെ പുറത്ത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സിന് പുറത്ത് കൊണ്ടായിട്ട് ഇവർ പോസ്റ്ററിന്റെ പുറത്ത് ഈ പറയുന്ന സതീശന്റെ പോസ്റ്റർ ഒട്ടിക്കും. കെ.സി. വേണുഗോപാലിന്റെ പോസ്റ്റർ ഒട്ടിക്കും. അപ്പൊ കെ.സി. വേണുഗോപാലിന്റെ പോസ്റ്റർ കയറുന്നു. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ നാച്ചുറലി കയറുന്നു. ഈ ആളുകൾക്ക് എന്ത് ഉമ്മൻചാണ്ടി, ഇവര് ശരിക്കും പറഞ്ഞാൽ 3 പാർട്ടിയായി ഇവിടെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് പിടുത്തം കിട്ടി. അപ്പൊ അതുകൊണ്ടിട്ട് അത്തരത്തിലുള്ള പരിപാടി നിർത്തൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവരെന്ത് പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. ഈ ഹൈക്കമാൻഡ്, നിങ്ങൾ പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, അർജുനൊക്കെ ഓർക്കണ്ട. ആ സിനിമയിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധി വന്ന് പോണ വഴിക്ക് മുഴുവൻ എൻ്റെ ഫ്ലക്സ് വെച്ചോളൂ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് വലിയ ജനപിന്തുണ തോന്നിപ്പിക്കാനാണ്. പക്ഷെ ഹൈക്കമാൻഡൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി. കാരണം അതിനേക്കാൾ വലിയ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ നിന്ന് കിട്ടും. ഇതൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ആളുകൾ മുഴുവൻ വിചാരിച്ചുള്ള ഇത് ഭയങ്കര ജനപിന്തുണയാണെന്നും വിചാരിച്ചുള്ള ഇത് ഹൈക്കമാൻഡ് അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. ഇനി 7 ദിവസമാണ് ഇതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ് അവിടെ മറ്റേ റോഡ് തടഞ്ഞുകൊണ്ട് രാജസ്ഥാനിൽ പ്രകടനം നടത്തിയത്. പക്ഷെ 7 ദിവസം തടഞ്ഞിട്ട് സച്ചിൻ പൈലറ്റിനെ ആക്കാൻ പറ്റുമോ? ആക്കാൻ പറ്റിയിട്ടില്ല. ജ്യോതിരാദിത്യസിന്ധ്യയുടെ കേസിൽ ഇത് തന്നെ ഉണ്ടായി, ഡി കെ ശിവകുമാറിന്റെ കേസിൽ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കോൺഗ്രസിന് ഇത് പുത്തിരിയല്ല. കാരണം അവരിത് ഡെയിലി കാണുന്ന ഒരു പരിപാടിയാണ്, അല്ലാതെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ കേരളത്തിൽ നിന്ന് അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് വിളിച്ചു ചോദിച്ചാൽ ഏതെങ്കിലും നേതാക്കന്മാരെ എന്ത് ചെയ്യും, പറയാതിരിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇതിൽ. മുഖ്യമന്ത്രി, ഞാൻ താങ്കളോട് പറയാം, മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാലാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറയുന്നത് 90% അത് കെ.സി. വേണുഗോപാലാണ്. തീർച്ചയായിട്ടും കെ.സി. വേണുഗോപാലാണ്. പിന്നെ കെ.സി. വേണുഗോപാലാണെന്ന് അറിയുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത്,
ഈ പറയുന്ന വി ഡി സതീശൻ്റെയൊക്കെ മുഖഭാവം ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അല്ല, വി ഡി സതീശൻ പറയുന്നത് പറവൂര് ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് പറയുന്നത്. ആ പറവൂര് ഒഴിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്നേഹം കൊണ്ടാണ്. അങ്ങനെ സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അവിടെ പരാജയപ്പെടുന്നു. ഇപ്പൊ മറ്റേ യേശുദാസ് തരംഗിണി സ്റ്റുഡിയോ തുടങ്ങിയപ്പോ യേശുദാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും, കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. അവർ സത്യമാണ് പറയണത്. അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ അത് കുളമാക്കിയിട്ടുള്ള ഒരു എഞ്ചിനീയറുണ്ട്. പക്ഷെ ആ എഞ്ചിനീയറോട് അദ്ദേഹത്തിന് യാതൊരു വിരോധവുമില്ല. കാരണം എന്താ, അദ്ദേഹം തരംഗിണി സ്റ്റുഡിയോയിൽ ഇപ്പൊ അയാൾക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം എന്താ, വളരെ മഹാനുഭാവനായ വളരെ വിശാലഹൃദയനായിട്ടുള്ള ഒരാളെന്നല്ല. അങ്ങനെയല്ല, അവൻ വേറെ എവിടെയും പോയി രക്ഷപ്പെടുന്നത് ഇവിടെ തന്നെ ഇട്ടിട്ട് അവനെ എന്ത് ചെയ്യണം, ദ്രോഹിക്കണം, മനസ്സിലായ. അപ്പൊ അവരെ അത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു കോമഡി ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ എങ്കിലും അത്തരത്തിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങളെ കാണേണ്ടത്. അല്ല, ഇത് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ട്. വി ഡി സതീശൻ അടങ്ങിയിരിക്കാതെ എന്ത് ചെയ്യാനാണെന്നേ. ഞാനിപ്പോ താങ്കളോട് പറയുന്നു, നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന പ്രകടനങ്ങളെല്ലാം വി ഡി സതീശൻ നാളെ ഒരു മന്ത്രി പോലും ആയില്ലെങ്കിൽ ആ ദിവസം നിൽക്കും. നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പോലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഉമ്മൻചാണ്ടി ഒരു പുണ്യാളനായി വാഴ്ത്തപ്പെടുമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാ ദിവസവും അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് ശവകുടീരത്തിലൊക്കെ വന്നിരുന്നു. എന്നുവരെ 2024 മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ. അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. എന്നോട് അനിൽകുമാർ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഇപ്പൊ ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ള CPM ഒരു നേതാവ് എന്നോട് പ്ലെയിനിൽ ചോദിച്ചാണ്, നിങ്ങൾ രേഷ് ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എവിടെ രേഷ്, ഇപ്പൊ അവിടെ ആരും ഇല്ലല്ലോ, ഒരു മനുഷ്യയില്ലല്ലോ എന്ന് എന്ത് ചെയ്തു. അല്ല, അതൊക്കെ വ്യക്തമായ പ്ലാനിങ് ഉണ്ടല്ലോ. വ്യക്തമായ പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമായ അധികാരം കിട്ടുന്നിടത്ത് എന്ത് ചെയ്യും, ആളുകൾ നിൽക്കും. ഇപ്പൊ 42-43% പേരുടെ പിന്തുണയുണ്ട്. ആകെ 63-ൽ 43 പറയണ ആർക്ക്, കെ സി വേണുഗോപാൽ. എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ 43 പോലും അല്ല, ഒരു 48-50 പേരുടെ പിന്തുണ ആർക്കുണ്ട്, കെ സിക്കുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഈ പറയുന്ന വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള ഒരു ചെറിയ ജനവികാരം കൂടിയുണ്ട്. ആ ജനവികാരത്തിന്റെ പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില വലിയ വെസ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്, നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഈ പറയുന്നത്. ഇപ്പൊ കേരളം മുഴുവൻ ഇനി ഞാൻ വേറൊരു കാര്യം, കേരളം മുഴുവൻ എങ്ങനെയാണ് ഒരേ ഹോർഡിങ്ങുകൾ, ഒരേ ഫ്ലക്സുകൾ, ഒരേ കാര്യങ്ങൾ വരുന്നത്? ഇതെങ്ങനെയാണ്? ഇത് ഓർഗനൈസ്ഡ് ആയിട്ടാണ്. അല്ലാതെ കോൺഗ്രസ്സുകാർ. ഞാനൊരു കാര്യം ചോദിക്കാം, താങ്കളോട് തപാച്ചു, താങ്കൾ വേറെ സിമ്പിളായിട്ട് 10 പേര് വിളിച്ചെന്ന് അന്വേഷിച്ചു നോക്ക്. ഈ തെരഞ്ഞെടുപ്പിന്, ഞാൻ പറഞ്ഞ ബാക്കിയുള്ളതെല്ലാം വിട്ടേക്ക്, ഈ തെരഞ്ഞെടുപ്പിന് അതായത് കാശ് കൊടുത്തില്ലെങ്കിൽ ഒരു ബൂത്ത് പ്രസിഡന്റ് വർക്ക് ചെയ്യാൻ പോകാത്ത ആളുകൾ ആരോടെങ്കിലും ഉള്ള ആത്മാർത്ഥത കൊണ്ട് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ഫ്ലെക്സ് അടിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേട്ടിട്ട് കരച്ചിലാണ് വന്നത്. ഇത് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്ക് കോമഡിയാണ് തോന്നുന്നത്. ഇല്ല, മർനാൻ ഷാജിലേക്ക് ഒരു വീഡിയോ ഇട്ട് ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിയായിരുന്നു. ഈ കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള 90% ആളുകളും മറ്റേ വി ഡി സതീശന് വേണ്ടിയിട്ടാണ് UDF വോട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. 90% എന്ന് പറഞ്ഞാൽ 1 കോടി ആളല്ല. അപ്പൊ അതൊരു ഭരണവിരുദ്ധ തരംഗമായിരുന്നു. അല്ല, കുറച്ചൊന്ന് കുറക്കാൻ പാടില്ലെന്ന് ശരിക്കും എനിക്ക് ഷാജനോട് ചോദിക്കണമെന്നുണ്ടായി. ഇത് കാരണം 90 എന്നുള്ള ഒരു 80-85 എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പടവെറ്റിവൻ നയിക്കട്ടെ എന്നൊരു ഹാഷ്ടാഗ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് നമ്മുടെ അടുത്ത ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാത്ത. നമ്മൾ ഈ ജനവികാരം എന്ന് പറഞ്ഞ് ഇവർ ക്രിയേറ്റ് ചെയ്ത് യാഥാർത്ഥ്യമാണോ എന്നുള്ള അടുത്ത ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കെ സി വേണുഗോപാലിന് ഈ പറയുന്ന ആളുകളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അധികാരസ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈ അധികാരസ്ഥാനത്ത് ഇരുന്നാലല്ലാതെ കോൺഗ്രസിൽ ആർക്കും തന്നെ അങ്ങനെ പിന്തുണ കിട്ടില്ല, ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ കെ കരുണാകരനോ എക്കാനിലേക്ക് എന്ന പോലെ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല കെ സി വേണുഗോപാൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കുറച്ചും കൂടി അറിഞ്ഞു കളിച്ചു. അതൊക്കെ സ്വാഭാവികമായി കോൺഗ്രസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വിശ്വാസം സത്യത്തിലുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ സണ്ണി ജോസഫ് പോരട്ടെ എന്നാണ് മുഖ്യമന്ത്രിയായിട്ട്. പ്രശ്നമില്ലല്ല, വലിയ കുഴപ്പമാർക്കും ഉണ്ടാവില്ല. സൗമ്യനായ മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്. വളരെ ഇടപെടാൻ കൊള്ളാവുന്ന ഒരാളാണ്. മര്യാദക്കാരനായിട്ടുള്ള മനുഷ്യരാണ്. ആളുകൾ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് കഴിവൊന്നും ഇല്ലാത്ത ആളല്ല, മിടുക്കനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഓക്കെ, ആളുകളുടെ അടുത്ത് കർക്കശമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല, പെരുമാറാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്ന ഒരാളാണ്. പിന്നെ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കുന്നു. ഇപ്പൊ ഇവിടെ ഇത്രയും വലിയ വിജയം നേടിയത് ഇദ്ദേഹത്തിന്റെ മിടുക്കാണ് എന്ന് ആളുകൾ പറയുന്നു. ശരി, ഞാനടക്കം ഏറ്റവും ആദ്യം ശരിയാണെന്ന് വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 40-50 താഴെ സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിനെ അഖിലേന്ത്യാ തലത്തിൽ എത്തിച്ചതിന് കെ സി വേണുഗോപാലിന് ഒരു പങ്കില്ലേ?
അത് ചോദിക്കുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കെ.സി. വേണുഗോപാലിന് ഒരു ക്രെഡിറ്റ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇന്നിവരെ കൊടുത്തിട്ടില്ല. അതായത് അത് വരുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, രണ്ടാമനാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് രാഹുൽ ഗാന്ധിയുടെ ക്രെഡിറ്റ് ആണ്. പക്ഷെ അല്ല, അത് മാത്രമല്ല ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് നമ്മൾ കെ.സിയെ കുറ്റപ്പെടുത്തുകയും എല്ലാവരും. ഞാൻ പറഞ്ഞ ഇവിടുത്തെ ബുദ്ധിജീവികളും ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ കെ.സി ഇരുന്ന് കണ്ട കെ.സി അല്ല നയിക്കുന്നത്. അന്നേരം രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമില്ല. അതായത് കുറ്റം മുഴുവൻ കെ.സിക്കും ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം 100% ഉറപ്പാണ് കെ.സിയാണ് മുഖ്യമന്ത്രി. ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. കെ.സി അടുത്ത കൊല്ലം ഉറപ്പാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉറപ്പായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ഉറപ്പാണ്. ഇപ്പൊ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി. ഇപ്പൊ എനിക്ക് 100% ഉറപ്പാണ്. ഇനി കോൺഗ്രസ് ആയതുകൊണ്ട് അടുത്ത 48 മണിക്കൂറിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷെ ഇന്നലെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇന്നലെ ബാക്കിയുള്ള നേതാക്കന്മാരോടെല്ലാം സ്ഥലം വിട്ടോ എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊന്നും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ല, രമേശ് ചെന്നിത്തല അവിടെ തന്നെ ഉണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്. അപ്പൊ കെ.സി. വേണുഗോപാൽ അദ്ദേഹം അവിടെ തന്നെ തുടരുന്നതിൽ എന്തായിരിക്കും അതിന്റെ കാരണം? അതാ എനിക്ക് മനസ്സിലാകാതെ. അദ്ദേഹം അവിടെ തന്നെ തുടരുന്നതിൽ എന്തായിരിക്കും? ആരാണ്? രമേശ് ചെന്നിത്തല. അതൊന്നും ഡൽഹിയൊക്കെ ഇറങ്ങിയിട്ട് പോരല്ല, അല്ലാതെ ഇപ്പൊ എന്ത് അവിടെ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ കൂടുതൽ ആളില്ല. എവിടെ ആളുണ്ടെന്ന് ഈ പറയുന്നത്? സീനിയോറിറ്റി വൈസ് അദ്ദേഹമാണ് മുന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. സീനിയോറിറ്റി ഒക്കെ നോക്കിയിട്ട് ഈ കേരളത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ അതുപോലെ തന്നെ കോൺഗ്രസിൽ പല തരത്തിലുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളിൽ ഹൈക്കമാൻഡിന് ഇത് കോൺഗ്രസിൽ അങ്ങനെ തീരുമാനം തന്നെ എപ്പോഴാണെന്നറിയോ? ഈ ഭൂരിപക്ഷം ഒന്നും നോക്കാതെ കോൺഗ്രസിൽ തീരുമാനം വരും. അതെന്തായിരിക്കണമെന്നറിയോ? അവരുമായി ഹൈക്കമാൻഡിന് ഒരു പ്രശ്നം ഉണ്ടാവണം. അവിടെ ഉള്ള നേതാവുമായിട്ട് ഹൈക്കമാൻഡിന് ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് എന്ത് ചെയ്യും? ചിലപ്പോൾ അത്രയൊന്നും കഴിവില്ലാത്ത മിടുക്കലില്ലാത്ത ഒരാളെയും എടുത്ത് പെട്ടെന്ന് വെച്ചെന്നിരിക്കാം. ഞാനിപ്പോൾ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. അരുണാചൽ പ്രദേശിൽ ഈ പറയുന്ന പോലെ നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഇതുപോലെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആ തീരുമാനങ്ങൾ കൊണ്ടിട്ട് കേരളം കത്താനോ കേരളം ഇതാകാനോ ഒന്നും പോകുന്നില്ല എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു, ഇനി വേറൊരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഇത് ഈ കെ.സി. വേണുഗോപാലല്ല വേറൊരാളെ കൊണ്ടത് വെച്ചെന്ന് വിചാരിച്ചു. ഈ 48-50 MLA-മാർ, 43 MLA-മാർ കെ.സി. വേണുഗോപാല്, 5 MLA-മാർ കൃത്യമായിട്ട് ഹൈക്കമാൻഡ് പറയുന്ന കേൾക്കാൻ. എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ആരെയാണ്? കെ.സി. തന്നെയാണ്. അപ്പൊ കേൾക്കാന്ന് പറഞ്ഞേക്കണം 43, 47, 50 MLA-മാർ. ഈ 50 MLA-മാരുടെ പിന്തുണ ഇല്ലാത്തൊരു മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയണം? ഇനി കെ.സിക്ക് അറിയാവുന്ന അടുത്തൊരു കാര്യമുണ്ട്. ഈ 48 ഇപ്പൊ നിൽക്കുള്ളൂ, വേറൊരു മുഖ്യമന്ത്രി വന്ന് അപ്പൊ തന്നെ അവരുടെ ഒപ്പം പോകുന്നു മനസ്സിലാവും. 100% അറിയാം. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മൊത്തം ഒരു നാടകം മാത്രമാണ് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തമ്മിൽ നേരത്തെ ചർച്ച ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നവരുടെ പട്ടികയിൽ കെ.സി. വേണുഗോപാൽ ഇടപെട്ടപ്പോഴും കെ.സി. വേണുഗോപാലിന്റെ 2-3 റീലുകൾ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തെ നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മുഖ്യമന്ത്രി കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് താഴെ അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രി ആകുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കുന്നു എന്നും കാണാനുള്ള അത്ര വിശാല മലപ്പുറം പീരങ്കി മൈതാനത്തിന്റെ വിശാല മനസ്കനും ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹം വന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കൂറ അതേ സമയം ആലപ്പുഴയിലൊക്കെ തോക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വിജയിക്കും. അതൊക്കെ വെറുതെ എന്താണെങ്കിലും വിജയിക്കും. അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായേക്കാം. അത് മാത്രമാണ്. ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ ഒരുപക്ഷെ തിരിച്ചടി എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനം ഇത് കാണുന്നതുകൊണ്ടാണ്. അതെ, ഇത് കാണുന്നതുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിന് വീണ്ടും വിജയിച്ചു. അദ്ദേഹത്തെ തോപ്പിക്കാൻ പറ്റുന്ന ബലം കോൺഗ്രസിനകത്ത് വേറെ ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ കരുതുക വേണ്ട. കാരണം ആലപ്പുഴയിൽ ഒട്ടും കരുതണ്ട. നിങ്ങൾ അറിയേണ്ടത് ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ കണ്ണൂരിൽ നിന്ന് വന്നതാണ്. ആലപ്പുഴ അദ്ദേഹത്തിന് എത്രത്തോളം ഹോൾഡ് ഉണ്ട്, എങ്ങനെ പിടിച്ചെടുത്തു എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായി? അദ്ദേഹത്തിന് അമ്മ മരിച്ചപ്പോ ഞാനുമായിട്ട് വളരെ ബന്ധമുള്ള ആളുകൾ അന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ണൂർ പോയതാണ്. അപ്പൊ അതൊക്കെ അദ്ദേഹം വന്ന് എങ്ങനെയാണ് MP ആയി ഇവിടെ കണ്ടിന്യൂസ്ലി ജയിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യണ്ട, നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് തള്ളിക്കളയണ്ട. കെ.സി. മുഖ്യമന്ത്രിയായിട്ട് വരും. ഇനി മന്ത്രി കൂടി ആയില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം കട്ടപ്പുകയാണ്. അവരുടെ പോകുന്ന ആളുകൾ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു മന്ത്രി സ്ഥാനം തൽക്കാലം സംഘടിപ്പിച്ച് എന്ത് ചെയ്യുക, കുഴപ്പമില്ലാത്ത നല്ല പോർട്ട്ഫോളിയോ കിട്ടും, അതിലെന്ത് ചെയ്യുക, സ്വീകരിക്കുക.